പാലക്കാട് അട്ടപ്പാടിയിൽ സ്വന്തം ഭൂമിക്ക് തണ്ടപ്പേര് ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകൻ കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തതിൽ റവന്യൂ വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി ബന്ധുക്കളും സുഹൃത്തുക്കളും. ഭൂമാഫിയയിൽ നിന്ന് കൈക്കൂലി വാങ്ങി ഉദ്യോഗസ്ഥർ തണ്ടപ്പേരുകൾ മനഃപൂർവ്വം തിരുത്തുന്നുവെന്നാണ് ആക്ഷേപം. ഭൂമാഫിയകളും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള അഴിമതിയുടെ ഇരയാണ് കൃഷ്ണസ്വാമിയെന്നും കുടുംബം പറയുന്നു. കേൾക്കാം. കൃഷിക്ക് മുടക്കി എല്ലാം ലാസായിരിക്കുകയാണ്. ഇനിയിപ്പോൾ കടം വാങ്ങിയിട്ട് ഞാൻ പോയി ഇനി ചാകനേക്കാളും ഭേദം ഇരിക്കുന്നേക്കാളും ഭേദം ചാകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ആ 7 സെൻറ്റ് പോയ ബാക്കി സ്ഥലം നമ്മുടെ പേരിൽ അവർ നോക്കിയിട്ട് പറയാമെന്ന് പറയണ്ടേ. അപ്പോൾ അവർ ഒന്നും നോക്കാതെ തന്നെ നിങ്ങളുടെ ഭൂമി ഇല്ല എന്ന് പറഞ്ഞു വിട്ടാൽ അപ്പം ഇങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ ഓരോരുത്തരും ചാകാനല്ലാതെ വേറെ എന്താ വഴി? അതിനൊരു മറുപടി ഒന്നും ഇല്ലേ? എന്തിനാണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുത്ത് അവിടെ ഇരിക്കുന്നത്? ഉദ്യോഗസ്ഥന്മാർ ഇതിൽ കൈക്കൂലി വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നാണ് ഞങ്ങളെല്ലാവരും പറയുന്നത്. തണ്ടപ്പേപ്പർ ഇല്ലാതെ നടക്കില്ല എന്നാണ് പറയുന്നത്. തണ്ടപ്പേപ്പർ ഇല്ലാതെ നിങ്ങൾ വരണ്ടെന്നാണ് അവർ ബാങ്കിലും മറ്റും പറയുന്നത്. ഇതുപോലെ ഇനി അണ്ണം പോയതുപോലെ ഇനി ആർക്കും സംഭവിക്കാൻ പാടില്ല. ഇത് എൻ്റെ കുടുംബം ഇങ്ങനെ ആയി. ഇതിന് പരിഹാരം നിങ്ങളും വില്ലേജും എന്ത് ചെയ്യുമോ? നാട്ടുകാർ പറയുന്ന പോലെ ആകും. ഇതോടെ നിൽക്കില്ല. ഭൂമാഫിയകളും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള അഴിമതിയുടെ ഇരയാണ് കൃഷ്ണസ്വാമിയെന്നും കുടുംബം പറയുന്നുണ്ട്. കർഷകന്റെ ആത്മഹത്യയിൽ ഇപ്പോൾ അഗളി താലൂക്ക് ഓഫീസ് കോൺഗ്രസ് ഉപരോധിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വനിത, അട്ടപ്പാടിയിലെ കർഷകർ ആത്മഹത്യ ചെയ്തതിൽ അഗളി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കുടുംബം പറഞ്ഞത് നമ്മൾ കേട്ടു. ഭൂമാഫിയും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഒരു കളിയാണ്. 15 ദിവസമേ അപേക്ഷിച്ചിട്ടായിട്ടുള്ളെങ്കിലും മറ്റൊരാൾക്ക് ഈ തണ്ടപ്പേര് കൊടുത്തതാണ് കൃഷ്ണസ്വാമിക്ക് സങ്കടത്തിലാഴ്ത്തിയത്. സാധാരണക്കാരാണ് അവിടെ പ്രതിഷേധിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, അല്ലേ? ഡോക്ടർ അരുൺ, അത് തന്നെയാണ്. കർഷകൻ ജീവനൊടുക്കിയതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് അവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാവുണ്ടിക്കൽ സ്വദേശിയായ കൃഷ്ണസ്വാമി കൃഷിയിടത്തിൽ തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു. കഴിഞ്ഞ 6 മാസമായി വില്ലേജ് ഓഫീസിൽ തണ്ടപ്പേരിനായി കയറിയിറങ്ങുന്നു എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. സർവേ നമ്പറിൽ സ്ഥലമില്ല എന്നതായിരുന്നു വില്ലേജ് ഓഫീസറുടെ മറുപടി. 14 ദിവസം മുൻപാണ് അപേക്ഷ നൽകിയതെന്ന് പറയുന്നു. പക്ഷേ കൃഷ്ണസ്വാമിയുടെ സ്ഥലത്തിന്റെ അതേ പേരിൽ മറ്റാരോ തണ്ടപ്പേര് സ്വീകരിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. അതാണ് റവന്യൂ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരവും. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ നീക്കാനായി നടപടികൾ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നതെന്നാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ തുടരുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഗുരുതര ആരോപണമാണ് ഈ കൃഷ്ണസ്വാമിയുടെ കുടുംബവും ഉയർത്തുന്നത്. ഇതിൽ വില്ലേജ് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഭൂമാഫിയ ഗൂഢാലോചന നടത്തുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ ഉയർത്തുന്നത്. വില്ലേജ് ഓഫീസിൽ കടുത്ത അഴിമതിയുണ്ട്, ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഉയർത്തിയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. കൃഷ്ണസ്വാമി കടുത്ത മാനസിക വിഷമത്തിലാണ്. അതായത് മറ്റൊരാളുടെ പേരിൽ ഈ തണ്ടപ്പേര് വന്നതുകൊണ്ട് തന്നെ തനിക്കിനി അത് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു കൃഷ്ണസ്വാമിക്ക്. അല്ലെങ്കിൽ അത്തരത്തിൽ ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ കുടുംബം ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്യുന്നത്. ഡോക്ടർ, ഇപ്പോൾ പ്രതിഷേധം അഗളിയിൽ തുടരുകയാണ്. അട്ടപ്പാടിയിലെ കർഷകൻ കൃഷ്ണസ്വാമിയുടെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാരവിടെ പ്രതിഷേധിക്കുകയാണ്. അഗളി മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. വളരെ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനെ എടുത്ത് ചാടിയിട്ടുണ്ട്. നേരെ പോലീസിന്റെ കൈകളിലേക്കാണ് എടുത്ത് ചാടിയിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കും? വീണ്ടും അദ്ദേഹത്തെ തിരിച്ച് വീണ്ടും അതേപടി അപ്പുറത്തേക്ക് എടുത്ത് വയ്ക്കുമോ എന്നറിയില്ല. പ്രതിഷേധം തുടരുകയാണ്. പക്ഷേ വേറെ വൈകാരികമായ രംഗങ്ങളാണ്. ആ കുടുംബം വളരെ സങ്കടത്തിലാണ് പ്രതിഷേധിച്ചത്. കാരണം പ്രേക്ഷകർ കണ്ടു. ഇപ്പോൾ ശക്തമായ പ്രതിഷേധമുണ്ട് ഇവിടെ. അഗളി മിനി സിവിൽ സ്റ്റേഷന്റെ മുൻപിലാണ് പ്രതിഷേധം. കൃഷ്ണസ്വാമി എന്നൊരു കർഷകൻ ആത്മഹത്യ ചെയ്തത് തനിക്ക് തണ്ടപ്പേര് കിട്ടണം, അതിനുവേണ്ടി ദിവസങ്ങളായി അദ്ദേഹം അവിടെ കയറിയിറങ്ങുന്നു. അവിടെ അപേക്ഷ കൊടുത്തു. 15 ദിവസമായിട്ടും റവന്യൂ വകുപ്പിൽ നിന്ന് അത്തരം നടപടികൾ ഉണ്ടാവുന്നില്ല. എന്നാൽ അതേസമയം തണ്ടപ്പേരിന് വേണ്ടി അപേക്ഷിച്ച മറ്റൊരാൾക്ക് അത് കൊടുക്കുകയും ചെയ്തു. ഇതിൽ മനം നൊന്താണ് കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തത്. അതാണ് കുടുംബം പറയുന്നത്. ഇനി കൃഷ്ണസ്വാമിക്ക് ഇതുപോലെ മറ്റുള്ളവർക്കും ചെയ്യേണ്ടി വരുമോ? ഇങ്ങനെ തണ്ടപ്പേരിന് വേണ്ടി എത്ര നാൾ അലയണം എന്നുള്ളതാണ് ചോദ്യം.